ന ഭൂമിർന തോയം ന തേജോ ന വായുർന ഖം നേന്ദ്രിയം വ ന തേഷാം സമൂഹ അനേകാന്തികത്വാത് സുഷുപ്തേകസിദ്ധത്തദേകോപശിഷ്ടശിവ കേവലോഹം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഇന്ന് പറയാൻ പോകുന്നത് ശങ്കരാചാര്യസ്വാമികളുടെ ദശശ്ലോകി എന്ന് പറഞ്ഞിട്ടുള്ള ആത്മതത്വത്തെ വർണ്ണിക്കുന്ന 10 ശ്ലോകം. അതാണ് ദശശ്ലോകി. ആദ്യത്തെ ഒരു ശ്ലോകമാണ്. ന ഭൂമിർ ന തോയം ന തേജോ ന വായുർ ന ഖം. ഭഗവാൻ എന്താണ് എന്ന് പറയുന്നതിനേക്കാളും പ്രായോഗികമാവുക ഭഗവാൻ എന്തല്ല എന്ന് പറയുന്നതാണ് എന്നാണ്. കാരണം എന്താണ് എന്ന് പറയാൻ വളരെ പ്രയാസമാണ്. അതുപോലെ വേറൊന്ന് ഉണ്ടെങ്കിലല്ലേ താരതമ്യം ചെയ്യാനോ വിവരിക്കാൻ, വാക്കുകളെ കൊണ്ട് വിവരിക്കാൻ കഴിയുമോ എങ്കിലല്ലേ പറയാൻ പറ്റൂ. ഇന്ന പ്രകാരത്തിലാണ് ഈശ്വരൻ എന്ന് വളരെ വിഷമമായതുകൊണ്ട് എല്ലാവരും എപ്പോഴും സ്വീകരിക്കുന്ന രീതി എന്താണെങ്കിൽ നേതി പ്രക്രിയ എന്ന് പറയും. അതുമല്ല ഇതുമല്ല, അതുമല്ല ഇതുമല്ല. അതിനാണ് 24 തത്വങ്ങൾ ഈ ശരീരത്തിൽ വിശകലനം ചെയ്യുന്നത്. പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ വേറെ, ജ്ഞാനേന്ദ്രിയങ്ങൾ വേറെ ആകുമ്പോൾ 10 ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ മനസ്സും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും അതേപോലെ ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം. ഈ 24 അല്ലാത്തതെന്തോ അതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം. കാരണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഈശ്വരനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഈശ്വരൻ അല്ലാത്തതൊക്കെയുണ്ട് പറഞ്ഞു. അപ്പം അതേപോലെ ഇവിടെ നിഷേധിക്കലാണ്. അതുമല്ല ഇതുമല്ല ഈശ്വരൻ എന്ന് പറയുന്നതാണ് കുറച്ചെങ്കിലും പ്രായോഗികം. അതേ സാധിക്കുള്ളൂ. അതാണ് ഇവിടെയും പറഞ്ഞത്. ന ഭൂമിർ, ഭൂമിയല്ല, ന തോയം, വെള്ളമല്ല, ന തേജോ, അഗ്നിയല്ല, ന വായുവല്ല, ന ഖം, ആകാശവും അല്ല. ഇതും 5 പഞ്ചഭൂതങ്ങളാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി, വായു, ആകാശം, അഗ്നി എന്നിവയല്ല. ന ഖം, പിന്നെ ന ഇന്ദ്രിയം, ശരീരത്തിലുള്ളതായിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, ഒക്കെ കൂടി 10 ഇന്ദ്രിയങ്ങൾ. 5 എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളാണ്, കർമ്മം എന്ന് പറയുന്നത് 5 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും കൂടി 10 ഇന്ദ്രിയം. നേന്ദ്രിയം, ഈ 10 ഇന്ദ്രിയങ്ങളും അല്ല. ന തേഷാം സമൂഹ, അവയുടെ കൂട്ടമായാലാവോ ചോദിച്ചാൽ അതുമല്ല. 10 ഇന്ദ്രിയങ്ങളുമല്ല, അവയുടെ കൂട്ടമായ ശരീരം. കൂട്ടം എന്ന് പറയുമ്പോൾ ശരീരം എന്നാണ് വിവക്ഷ, അതുമല്ല. പിന്നെയോ അനേകാന്തികത്വ സുഷുപ്തേക സിദ്ധ, ഒന്നിനും മുറിക്കാനോ അച്ഛേദ്യോയം അതേക്യോയം എന്നൊക്കെ പറഞ്ഞു. ആയുധങ്ങളാൽ മുറിയപ്പെടാൻ പറ്റുന്ന ഇനം ചിന്തന്തി ശസ്ത്രാണി. ഒരു ആയുധത്തിനെ കൊണ്ട് മുറിക്കാനോ കഷ്ണമാക്കാനോ പറ്റാത്തതുകൊണ്ട് അനേകാന്തികത്വ അപരിച്ഛേദ്യമായത് എന്നർത്ഥം. ഒരു വസ്തു പലതായി കാണാൻ 2 മാർഗമുണ്ട്. ഒന്ന് പരിച്ഛേദ്യം ചെയ്യുക, മുറിക്കുക. പിന്നെ ഒന്ന് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയും നമ്മൾ, അതായത് പ്രതിബിംബം. ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ബ്രഹ്മം പലതാവുന്നത്. എത്ര ശരീരം എടുത്തോ അത്രയും ശരീരത്തിൽ വിളങ്ങുന്നത് ഒരു തരം പ്രതിബിംബമാണ്. യഥാർത്ഥ വസ്തു കുറയുന്നില്ല പ്രതിബിംബത്തിൽ, മുറിക്കുമ്പോൾ കുറയുന്നുണ്ട്. അപ്പോൾ മുറിക്കാതെയാണ് എന്നുള്ളത് അനേകാന്തികത്വ സുഷുപ്തേക സിദ്ധ. ഇതൊക്കെ പറഞ്ഞു. എങ്ങനെ അതിനെ അറിയാൻ കഴിയും? അനുഭവത്താൽ മാത്രം അറിയാൻ കഴിയും, വേറെ മാർഗമൊന്നുമില്ല. അനുഭവത്താൽ അറിയാന്ന് പറഞ്ഞാൽ എന്താണ്? സുഷുപ്തേക സിദ്ധ. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ധ്യാനത്തിൽ ഒരാൾ അനുഭവിക്കുന്ന സമാധി സുഖം അതുതന്നെയാണ് അത്രയും സുഷുപ്തിയിലും അനുഭവിക്കുന്നത്.
ഒരു ചെറിയ വ്യത്യാസം ചിലർ പറയുന്നുണ്ട്, ഒന്ന് അജ്ഞാനാണ് ഒന്ന് ജ്ഞാനാണ്. അതൊന്നും വലിയൊരു കാര്യമൊന്നും അല്ല. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും അറിയാതെ ഇരിക്കുന്ന അവസ്ഥ. എന്നാലോ മുഴുവൻ അജ്ഞാനം എന്ന് പറഞ്ഞത് തള്ളാൻ പറ്റില്ല. കാരണം സുഖം അനുഭവിക്കുന്നുണ്ട്, നല്ല സുഷുപ്തിയാണ്. പത്രം പോലും കാണാതെ അന്തം വിട്ട് ഉറങ്ങുമ്പോൾ അയാൾ സുഖം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അജ്ഞാനാവുമോ? അജ്ഞാനത്തിലൊന്നും അനുഭവം ഉണ്ടാവാണ്ടിരിക്കില്ലേ ചെയ്യുക. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ സുഖം അനുഭവിക്കുന്നുണ്ട്. അത് എങ്ങനെ തെളിയിക്കാം? ഉണർന്നു കഴിഞ്ഞാൽ പറയണ്ട ഞാൻ സുഖമായിട്ട് ഉറങ്ങി, എന്തൊരു സുഖമായിരുന്നു ഉറക്കത്തിന്. ഇങ്ങനെ അടുത്ത കാലത്തൊന്നും ഉറങ്ങിയിട്ടില്ല എന്ന് പറയണ്ട. അപ്പോൾ എന്തോ ഒരു സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തർക്കരഹിതമാണ് അല്ലേ? അപ്പോൾ ആ അനുഭവിക്കാൻ പൂർണ്ണ അജ്ഞാനത്തിലായ അനുഭവം കിട്ടുമോ? അപ്പോൾ എന്തോ ഒന്ന് അതിലും ഉണർന്നിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരാതെ സുഖം അനുഭവിക്കാൻ വേണ്ടി അവിടെ നിൽക്കേണ്ട സാക്ഷിയായിട്ട് ഒരാൾ ഉറങ്ങാതെ, അതാണ് ആത്മാവ്. തദേകോപശിഷ്ട ശിവ കേവലോഹം. ആ കേവലനായിരിക്കുന്ന ശിവനാണ് ഞാൻ. ഇവിടെയാണ് ആത്മന. നമ്മൾ ചില സുഖങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് അല്ലേ? കണ്ണുകൊണ്ട് എന്താണ് കാണുന്ന സുഖം, ചെവി കൊണ്ട് എന്താണ് ശ്രവണസുഖം, നാവുകൊണ്ട് എന്താണ് രസനം, അറിവ്, ആ സുഖം അനുഭവിക്കണു, സ്വാദ് രസം ആസ്വദിക്കണു, മൂക്കൊണ്ട് ഗന്ധം, തൊക്കൊണ്ട് സ്പർശം. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ വേണം. ഇനി ഇന്ദ്രിയങ്ങൾ കൊണ്ടേ പറ്റുള്ളൂ. പക്ഷേ ഉറക്കത്തിലത്തെ സുഖം അനുഭവിക്കാൻ കണ്ണാണോ? കണ്ണടച്ചിട്ടല്ലേ? മൂക്കാണോ? അത് പ്രവർത്തിക്കുന്നില്ല. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും അല്ല, 5 കർമ്മേന്ദ്രിയങ്ങളും അല്ല. സുഖം അനുഭവിക്കുന്നുണ്ട് അതിനും. അപ്പം ഏതുകൊണ്ടാണ് അനുഭവിച്ചത്? എന്തോ ഒന്നുകൊണ്ട് അനുഭവിക്കാൻ കിട്ടില്ല. അപ്പം അത് ആത്മാവ് കൊണ്ടാണ് ആത്മസുഖം അനുഭവിക്കാൻ പറ്റൂ. ആത്മന, ആത്മാവിനെ ആത്മാവ് കൊണ്ട് അറിയുക. ആത്മാവിനെ ഒരിക്കലും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയില്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അല്ലാതെ ആത്മാവ് കൊണ്ട് അറിയുന്ന ഒരു സുഖം, സുഖസുഷുപ്തിയിൽ ഒരാൾ അനുഭവിക്കുന്ന സുഖം, അത് തന്നെയാണ് ആത്മാവിനെ അറിയാനുള്ള മാർഗം. അത് തന്നെയാണ് ആത്മസുഖം എന്നും പറയുന്നത്. അതുകൊണ്ടാണ് ഉറക്കത്തിൽ ആര് നമ്മളെ ഉപദ്രവിച്ചാലും തടസ്സം ചെയ്താലും നമുക്ക് ദേഷ്യം വരുന്നത്. കാരണം അത്ര സുഖം ഉണർന്നു കഴിഞ്ഞാൽ ഇല്ല എന്ന് ഉറപ്പാണ്. ആ ഒരു സുഖം വല്ലാത്തൊരു സുഖമാണ് എന്നാണ് പറയുന്നത്. അതിന് അത്രയും സുഖാനുഭവം ഉണ്ടാവാൻ കാരണം അത് തന്നെയാണ് ആത്മാവിനെ അനുഭവിക്കുക എന്ന സുഖം. പരമസമാധിയിൽ അനുഭവിക്കുന്ന സുഖവും സുഷുപ്തിയിൽ അനുഭവിക്കുന്ന സുഖവും വളരെ ചെറിയ ഒരു വ്യത്യാസം വേണമെങ്കിൽ പറയാം എന്നല്ലാണ്ട് ആൾമോസ്റ്റ് വ്യത്യാസങ്ങളില്ല എന്ന് തന്നെയാണ് ചിലരൊക്കെ അധികം ആൾക്കാരും പറയുന്നത്. ഇതാണ് ഇവിടെ സുഷുപ്തിക്ക് പ്രാധാന്യം കൊടുത്തത്. സുഷുപ്തേക സിദ്ധതദേകോപശിഷ്ട. ആ ഉറക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പരമമായ ഒന്നും അറിയാത്ത സുഖം, പ്രപഞ്ചത്തിലുള്ളതൊന്നുമല്ലാത്തതായിട്ടുള്ള ആ സുഖം തന്നെയാണ് ആത്മാവിനെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ശിവക്കേവലോഹം. ആ ശിവനാണ് ഞാൻ. ശങ്കരൻ എന്ന് പറഞ്ഞാൽ മംഗളം നൽകുന്നവൻ, ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം നൽകുന്നവൻ. ശിവൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവിടെ കഴുത്തിൽ പാമ്പും തലയിൽ ജടയും ചന്ദ്രക്കലയും പാർവതിയോട് കൂടി എന്ന അർത്ഥം എടുത്താൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ അർത്ഥമില്ല, അത്രേ അങ്ങനെയില്ല. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം കൊടുക്കുന്ന ഈശ്വരൻ, ഭഗവാൻ, പരബ്രഹ്മം എന്നാണ് ഇവിടെ ശിവശബ്ദത്തിന് അർത്ഥം എടുക്കേണ്ടത്. പാർവതീ വല്ലഭനായിരിക്കുന്ന, പന്നകഭൂഷിതനായിരിക്കുന്ന, ജടാമുടധാരിയായിരിക്കുന്ന, കൈലാസവാസനായിരിക്കുന്ന ശിവനല്ല. അതല്ല ഇവിടെ വിവക്ഷ. മംഗളം കൊടുക്കുന്ന പരമാത്മാവ്, ഈശ്വരൻ ഏതും ആവാം. നമ്മുടെ ഇഷ്ടദേവത ഏതാച്ചാലും അവിടെ ആവാം. പരമശിവൻ എന്നെടുത്താലും തെറ്റില്ല. ശിവൻ എന്ന വാക്കിന് ഈശ്വരൻ എന്നർത്ഥമേ ഉള്ളൂ ശരിക്ക്. നാരായണനും അതെ, വിഷ്ണു എന്നർത്ഥമൊന്നുമില്ല. നാരായണൻ എന്ന് പറഞ്ഞാലും ശിവൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, പരമാത്മാവാണ്. അപ്പോൾ ആ പരബ്രഹ്മം ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊന്നുമല്ല. ഇതിനൊക്കെയും കാരണമായിക്കൊണ്ട് ഒന്നും അറിയാതെ ഉള്ളിൽ അതിനെ മാത്രമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാഭാഗ്യവാന്മാർ അനുഭവിക്കുന്ന സുഖമാണ് ബ്രഹ്മാനന്ദം, അല്ലെങ്കിൽ ഈശ്വരീയമായിരിക്കുന്ന ആനന്ദം. അത് ഈ പ്രപഞ്ചത്തിലെ ഏത് ആനന്ദത്തേക്കാൾ മീതയാണ്. ആ സുഖത്തോട് തുലനം ചെയ്യാൻ ഈ ലോകത്തിലത്തെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന ഒരു സുഖത്തിനും സാധ്യമല്ല. തുലനമില്ലാത്തതാണ്. അത് ഞാൻ തന്നെയാണ്. ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ്. ഒരിക്കലും
പുറത്തല്ല. ആ ഉള്ളിലുള്ള ഈശ്വരനെ കാണാനാണ് നമ്മൾ വിഗ്രഹമായിട്ടും വേറൊന്നായിട്ടും ഒക്കെ അങ്ങനെ ആദ്യഘട്ടത്തിൽ പരിശ്രമിക്കുന്നത്. പിന്നീട് അത് എവിടേക്ക് എത്തണം? അത് എൻ്റെ ഉള്ളിൽ തന്നെ ശിവാനന്ദ രൂപം ശിവോഹം ശിവോഹം, ഞാനാണ് ഈശ്വരൻ, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ബോധത്തിലേക്ക് എത്താത്തിടത്തോളം നമ്മുടെ അറിവിന് പൂർണ്ണത ലഭിക്കില്ല. അപ്പോൾ ആ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ഈശ്വരനെ അറിയലാണ് യഥാർത്ഥത്തിലുള്ള അറിവ്, ജ്ഞേയം എന്ന് ഉപനിഷത്തുകളിൽ പറയുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മളിൽ ഉള്ളതായിരിക്കുന്ന ഈശ്വരനെ തേടി കണ്ടെത്തണം എന്നർത്ഥം. ന ഭൂമിർ ന തോയം ന തേജോ ന വായുർ ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനേകാന്തികത്വാത് സുഷുപ്തേകസിദ്ധ സ്തദേവോപശിഷ്ട ശിവ കേവലോകം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.